ചോദ്യത്തിന്റെ വരവ് പോലെ ഇരിക്കും മുമ്പോട്ടുള്ള പോക്ക്. എന്നാൽ ആത്മാർത്ഥതയോടെ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മളെ നല്ല നിലയിൽ പിതാവിന്റെ മുന്നിൽ നമ്മളെ ഏറ്റുപറയും. വായിച്ചു. പിന്നെ ഈ വരും തലമുറകൾക്ക് ബൈബിൾ വായിക്കാൻ വേണ്ടി ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെ പ്രയോജനമാണ്. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം ജ്ഞാനവും വിവേകവും. ആദ്യം ഉത്തരം അയച്ചത് ഷീജ രാജൻ അടൂർ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും തുടരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നിരവധി ആളുകൾ നിരവധി ഇടങ്ങളിൽ നിന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആ സഹകരണത്തിന്, താല്പര്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തുടരുക. ഈ പുതിയ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എവിടെ നിന്നാണ് വരുന്നത്? എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് സിനു ജോർജ് എന്നാണ്. സിനു ജോർജ്, പാമ്പാടി എന്നാണ് വരുന്നത്. ഞാനൊരു സുവിശേഷകനാണ്. ഈയിടെ മത്സരങ്ങളിൽ കൂടുതലും സുവിശേഷകന്മാരാണ് പങ്കെടുക്കുന്നത്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ താലന്ത് പരിശോധനകളിൽ ഒന്നും പാസ്റ്റേഴ്സിന് അങ്ങനെ മാറ്റുരയ്ക്കാൻ അവസരമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിച്ചൊരു അവസരമാണ് ബൈബിൾ ബ്രെയിൻസിന്റെ ഈ വേദി. ഇതിനു മുമ്പ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. ഇതുപോലുള്ള അല്ലാതെ ബൈബിൾ ക്വിസ് മത്സരങ്ങളിൽ? ബൈബിൾ ക്വിസ് ഒക്കെ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങളെ യൂത്തിന്റെ പ്രോഗ്രാം സംബന്ധമായിട്ടൊക്കെ യൂത്തിന്റെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡുകൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ മത്സരത്തെ കുറിച്ച് ഏകദേശം ഒരു വ്യക്തത കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഏകദേശം ഒരു വ്യക്തതയുണ്ട്, ഏകദേശം ഒരു ധാരണ ഉണ്ട് മത്സരത്തെ കുറിച്ച്. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മറ്റു കാര്യങ്ങൾ? വീട്ടിലുള്ളത് വൈഫ്, 3 കുഞ്ഞുങ്ങൾ. പേര് അവരെന്തൊക്കെ ചെയ്യുന്നു?
മൂത്തയാള് ലോബീസ്, ആ. പെൺകുഞ്ഞാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത്തിങ്ങൾ രണ്ടുപേരും ടിൻസാണ്. ആ. അവളുമാര് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തതിന് 13 വയസ്സും ഇളയത്തിങ്ങൾക്ക് 11 വയസ്സും. 11 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പേര്? ഒന്ന് യമീമ ഏഞ്ചൽ, മൂത്തയാളുടെ പേര് ലോബീസ്. യമീമ ഏഞ്ചൽ. എമീമ ഏഞ്ചൽ. യമീമ ഏഞ്ചൽ. എമീമ ഏഞ്ചൽ. വെരി ഗുഡ്. നല്ല പേരുകളാണ് കുഞ്ഞുങ്ങളുടെ. അപ്പൊ ഇനി ഓക്കെ. അപ്പൊ വീട്ടിൽ അമ്മയും കൂടെ ഉണ്ട്. അമ്മയും കൂടെ. ഞങ്ങൾ ഇത്രയും പേരാണ്. അത്രയും പേര്. അപ്പോ 6 പേരടങ്ങുന്ന നല്ലൊരു കുടുംബമാണ് വീട്ടിലേത്. ദൈവം സഹായിക്കട്ടെ. അപ്പം നമുക്ക് മത്സരത്തിന്റെ ആ പാറ്റേൺ ഞാനൊന്ന് വിശദീകരിക്കുകയാണ്, ശ്രദ്ധിക്കാം. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു സേഫ് സോൺ. 8 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. 11 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 6000 രൂപയുടെ സേഫ് സോൺ. 12ാമത്തെ ചോദ്യം 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. എവിടെ വരെ എത്തുമെന്ന് ഈ ലിസ്റ്റ് കാണുമ്പോൾ തോന്നുന്നു? എവിടെ വരെ എത്താൻ സാധ്യതയുണ്ട്? ചോദ്യത്തിന്റെ വരവ് പോലെ. ചോദ്യത്തിന്റെ വരവ് പോലെ ഇരിക്കും മുമ്പോട്ടുള്ള പോക്ക്. അതേതായാലും ഒരു നല്ല ഉത്തരവാണ്. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 1ാമത്തെ ചോദ്യം. ദൈവമില്ല എന്ന് തന്റെ ഹൃദയത്തിൽ പറയുന്നത് ആര്? ഓപ്ഷൻ എ പരിഹാസി, ഓപ്ഷൻ ബി ദുഷ്ടൻ, ഓപ്ഷൻ സി ദൈവഭയമില്ലാത്തവൻ, ഓപ്ഷൻ ഡി മൂഢൻ. ഇതിലാരാണ് ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നത്? ഡി മൂഢൻ. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി മൂഢൻ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഈ കാലം ദൈവം ഇല്ല എന്ന് കൂടുതൽ ഉറപ്പിക്കുന്ന ആളുകളുടെ കാലമാണ്. മൈത്രേയന്റെ, വൈശാഖൻ തമ്പിയുടെ, സി രവിചന്ദ്രന്റെ, സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങനെയുള്ള ആളുകളാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും കമന്റ് ചെയ്യുന്ന ആളുകൾ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൂടുതലുള്ള പ്രോഗ്രാമാണ് മൈത്രേയൻ ടോക്സും വൈശാഖൻ തമ്പിയുടെ. അത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ആളുകൾ യവനക്കാർ കൂടെയാണ്. അപ്പൊ മൂഢൻ ഹൃദയത്തിൽ മാത്രമല്ല, ഇപ്പൊ പൊതുവിലും പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ട്. അവരെ അനുഗമിച്ചു പോകുന്ന നിരവധി ആളുകളുമുണ്ട്. അതിനെയൊക്കെ സഭ വളരെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഒരു ഘട്ടത്തിലും കൂടെ നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മുടെ യുവതലമുറയെ ദൈവബോധ്യമുള്ളവരായി, ഉത്തരവാദിത്വ ബോധമുള്ളവരായി വളർത്തേണ്ട ഒരു കാലത്തൂടെ നമ്മൾ എത്തി നിൽക്കുന്നു. നമുക്ക് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി മൂഢൻ എന്ന ഉത്തരം ശരിയാണോ? മൂഢൻ എന്ന ഉത്തരം വളരെ ശരിയാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഏതായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് യജമാനൻ വിളിച്ചത് ആരെ? ഓപ്ഷൻ എ 5 താലന്ത് ലഭിച്ചവനെ, ഓപ്ഷൻ ബി 1 താലന്ത് ലഭിച്ചവനെ, ഓപ്ഷൻ സി 2 താലന്ത് ലഭിച്ചവനെ, ഓപ്ഷൻ ഡി ആരെയും അങ്ങനെ വിളിച്ചിട്ടില്ല. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന യജമാനൻ വിളിച്ചത് ആരെ? ഓപ്ഷൻ ബി 1 താലന്ത് ലഭിച്ചവൻ. ഓപ്ഷൻ ബി 1 താലന്ത് ലഭിച്ചവനെ. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി 1 താലന്ത് ലഭിച്ചവനെ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ശുശ്രൂഷയിൽ നിൽക്കുന്നുകൊണ്ട് നമ്മൾ രണ്ടുപേരും കർത്താവ് നമ്മളെ എങ്ങനെ വിളിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ഞാനതിൽ ആശങ്കപ്പെടുന്നു. എന്ത് ചിന്തിക്കുന്നു പാസ്റ്റർ? കർത്താവ് നമ്മളെ ആത്മാർത്ഥതയോടെ നമ്മൾ സുവിശേഷ വേല ചെയ്തില്ലെങ്കിൽ, കർത്താവിന് വേണ്ടി സമർപ്പണത്തോടെ ജീവിച്ചില്ലെങ്കിൽ, നമ്മളെ എല്ലാവരെയും വിളിക്കുവാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. എന്നാൽ ആത്മാർത്ഥതയോടെ നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മളെ നല്ല നിലയിൽ പിതാവിന്റെ മുന്നിൽ നമ്മളെ ഏറ്റുപറയും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന തമ്പുരാൻ നമ്മളെ വിളിക്കാനിടയാകും. അപ്പൊ അതുകൊണ്ട് പരമാർത്ഥമായിട്ട് കർത്താവിന്റെ വേല ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 1 താലന്ത് ലഭിച്ചവൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. 1 താലന്ത് ലഭിച്ചവൻ എന്ന ഉത്തരം ശരിയാണ്. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ദാവീദിന്റെ മകൻ ആര്? ഓപ്ഷൻ എ അബ്ശാലോം, ഓപ്ഷൻ ബി ശലോമോൻ, ഓപ്ഷൻ സി അമ്നോൻ, ഓപ്ഷൻ ഡി ഇവർ 3 പേരും. താഴെ പറയുന്നവരിൽ ദാവീദിന്റെ മകൻ ആര്? ഓപ്ഷൻ ഡി ഇവർ 3 പേരും. ഉറപ്പിക്കാം. ഓപ്ഷൻ ഡി
ഇവർ 3 പേരും എന്ന ഉത്തരം ഉറപ്പിക്കാം. അബ്ശാലോമും ശലോമോനും അബ്നോനും ദാവീദിന്റെ മക്കൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ചരിത്ര ഭാഗത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ഇവർ 3 പേരും എന്നുള്ളതാണോ? ആ ഉത്തരവും വളരെ ശരിയാണ്. സമ്മാനത്തുക 800 രൂപയിൽ എത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകർക്കായിട്ടുള്ള ചോദ്യം കൂടെ നൽകിയിട്ട് മടങ്ങി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എപ്പിസോഡിന്റെ 3 വ്യത്യസ്ത ഭാഗങ്ങളിലായി നിങ്ങൾക്ക് നൽകുന്ന സൂചന ശ്രദ്ധിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഉത്തരം സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് നയിക്കുന്ന 1ാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന: പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഒരു സ്ഥലമായി മാത്രമല്ല മറ്റൊരു രീതിയിലും തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. മടങ്ങി വരിക. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു സേഫ് സോണിലെത്തും. ഒരു ദീർഘശ്വാസം വിടാം. ഇവിടെ ഒന്നുമില്ലാതെ പോകുന്നില്ല, സമാധാനത്തോടെ മടക്കി അയക്കും എന്ന് ചിന്തിച്ച് 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 4ാമത്തെ ചോദ്യം, ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. അസ്തോദിലേക്ക് കർത്താവിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയത് ഇവരിൽ ആര്? ഓപ്ഷൻ എ പത്രോസിന്, ഓപ്ഷൻ ബി പൗലോസ്, ഓപ്ഷൻ സി ഫിലിപ്പോസ്, ഓപ്ഷൻ ഡി സ്തേഫാനോസ്. അസ്തോദിലേക്ക് കർത്താവിന്റെ ആത്മാവ് എടുത്തുകൊണ്ട്. ഓപ്ഷൻ സി ഫിലിപ്പോസ്. ഉറപ്പിക്കാം. ഓപ്ഷൻ സി ഫിലിപ്പോസ് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും ഫിലിപ്പോസിനെ സംബന്ധിച്ചാണ് ഇങ്ങനൊരു വാഹനത്തിൽ യാത്ര, ദേശത്തിന്റെ ഉന്നതികളിൽ വാഹനമേറ്റും. എല്ലാവരും തമാശയ്ക്ക് പറയാറുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത വാഹനങ്ങൾ കയറും എന്ന് പറയുമ്പോൾ ഞാനും ഈ ദിവസങ്ങളിൽ ആംബുലൻസിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കയറാത്ത വാഹനങ്ങളാണ്, പ്രത്യേകിച്ച് വെന്റിലേറ്റർ ആംബുലൻസിലൊക്കെ പോകേണ്ട സാഹചര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ടായി. അപ്പം ഞാൻ പറയുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ വിശുദ്ധ ബൈബിളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിരിക്കുന്ന ഫിലിപ്പോസ് ആണ്. ദൂതന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ടുപോയി എന്ന് നമുക്ക് ആ ഉത്തരം ഒന്നുകൂടെ പരിശോധിക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഫിലിപ്പോസ്. ഉത്തരം ശരിയാണോ? ഫിലിപ്പോസ് ഉത്തരം വളരെ ശരിയാണ്. അപ്പോ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 1000 രൂപ സമ്മാനം ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, ചറപറാന്ന് ഉത്തരം പറയുക. 1000 രൂപയുടെ സമ്മാനം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. മുമ്പിലേക്ക് നമുക്ക് പോകാം. മറ്റ് സംശയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏത് ഭാഗത്തു നിന്ന് വേണം ചോദ്യങ്ങൾ? പുതിയ നിയമം. പുതിയ നിയമം മതി. അതായിരിക്കും എളുപ്പം. ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും അതാണ് കുറച്ചുകൂടെ നമ്മൾ അധികവും കൂടുതലായിട്ടും വായിക്കുന്നത് പുതിയ നിയമം വായിക്കുന്നത്, പഴയ നിയമം വായിക്കുന്നില്ലെന്നല്ലോ. കൂടുതലും സഭാപരമായ ശുശ്രൂഷകൾക്ക് പുതിയ നിയമം കൂടുതലായിട്ട് വായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ മതി. 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം പുതിയ നിയമത്തിൽ നിന്നുള്ള 1ാമത്തെ ചോദ്യം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ ഇവരിൽ ആര്? ഓപ്ഷൻ എ അഹരോൻ, ഓപ്ഷൻ ബി സെക്കരിയാവ്, ഓപ്ഷൻ സി ഏലി, ഓപ്ഷൻ ഡി യേശു. ഇവരിൽ ആരാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ? ഓപ്ഷൻ ഡി യേശു. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ഡി യേശു എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി യേശു എന്ന ഉത്തരം ശരിയല്ലേ? യേശു എന്ന ഉത്തരം ശരിയാണ്. 1000-ൽ നിന്ന് 1500-ലേക്ക് സമ്മാനത്തുക എത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നൊരു കാര്യം പറയുന്നു, ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം മനസ്സിലാകുന്നില്ല, ആശയക്കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരം അവസാനിപ്പിച്ചാൽ ഏത് തുകയിൽ നിൽക്കുന്നോ ആ തുകയുമായിട്ട് മടങ്ങിപ്പോകാം. അല്ലെങ്കിൽ 1000 രൂപയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ മുതൽ നല്ലപോലെ ശ്രദ്ധിച്ച് മത്സരിക്കുക. ഓക്കെ, 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. ഇവരിൽ ഏതു ക്രിസ്തു ശിഷ്യന്റെ മരണമാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ യോഹന്നാന്റെ, ഓപ്ഷൻ ബി
ഫിലിപ്പോസിന്റെ, ഓപ്ഷൻ സി യാക്കോബിന്റെ, ഓപ്ഷൻ ഡി മത്തായിയുടെ. ഇവരിൽ ആരുടെ മരണമാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി യാക്കോബ്. ഉറപ്പിക്കാം. ഓപ്ഷൻ സി യാക്കോബ് എന്ന ഉത്തരം, ആറാമത്തെ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി യാക്കോബ്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന് പത്രോസിനെ കൊല്ലാൻ ഭാവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തടവറയിൽ ഇറങ്ങി വന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ യോഹന്നാനെ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതില്ല, ഫിലിപ്പോസ് സംബന്ധിച്ചില്ല, മത്തായി സംബന്ധിച്ചില്ല, പിന്നെ ഒരാള് യാക്കോബാണ്. നമുക്ക് പരിശോധിക്കാം. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി യാക്കോബ് എന്നുള്ളതാണോ? ആ ഉത്തരവും ശരിയാണ്. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി 2000 രൂപ എന്ന സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അവസാനിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ള രണ്ടാമത്തെ സൂചന കൂടെ നൽകുകയാണ്. നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന ഇതാണ്. വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന: ലോത്തും ഏലിയാവും യേശുക്രിസ്തുവുമെല്ലാം ഞാനുമായി വ്യത്യസ്ത ബന്ധമുള്ള പലരിൽ ചിലർ മാത്രമാണ്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: ലാസറിന്റെ മരണവുമായി ബന്ധമില്ലാത്തത് ഇവയിലേതിന്? ഓപ്ഷൻ എ, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടല്ല. ഓപ്ഷൻ ബി, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. ഓപ്ഷൻ ഡി, ഇവയെല്ലാം ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടവയാണ്. ലാസറിന്റെ മരണവുമായി ബന്ധമില്ലാത്തത് ഇവയിൽ ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പറയുന്നു ഇതെല്ലാം ലാസറിന്റെ മരണത്തോട് ബന്ധപ്പെട്ടതാണ്. പരിശോധിക്കുക, ചിന്തിക്കുക, ഉത്തരം പറയുക. ഓപ്ഷൻ ബി. ഉറപ്പിക്കാം. സംശയമൊന്നുമില്ല. ഓപ്ഷൻ ബി ഉത്തരം ഉറപ്പിക്കുകയാണ്. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നത് ഉറപ്പിക്കുകയാണോ? അങ്ങനെ മറിയ യേശുവിനോട് പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ടോ? ആ ഭാഗത്ത് ആലോചിക്കാം. സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഉറപ്പില്ലാത്തൊരു ഉത്തരം, ഒരു ചേഞ്ച് എടുക്കുക. ഇവയെല്ലാം ലാസറിന്റെ മരണത്തോട് ബന്ധത്തിൽ ചേഞ്ച് എടുക്കുകയാണ്. ഓക്കെ. ഓപ്ഷൻ ഡി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ഓപ്ഷൻ ഡി, ഇവയെല്ലാം ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടവയാണ്. നമുക്ക് പരിശോധിക്കാം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ആ ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശരി. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു എന്ന് മറിയ തന്നെ പറയുന്നതായിട്ടാണ് ഞാനും മനസ്സിലാക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് 2500 രൂപ സമ്മാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് മുൻപിലേക്ക് പോകാം. ഈ റൗണ്ടിലെ രണ്ടാമത്തെ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 3000 രൂപയുടെ സേഫ് സോണിലാണ് പ്രിയപ്പെട്ട സിനിപാസ്റ്റർ എത്തിച്ചേരുന്നത്. എത്തിച്ചേരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇനി അഥവാ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലെ ചാടിക്കയറി ഉത്തരം പറഞ്ഞ് ഉള്ള സമ്മാനം നഷ്ടപ്പെടുത്തരുത്. അവിടെ അവസാനിപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ റോമർ 16 പൗലോസ് വന്ദനം പറയുന്നവരിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ എ മറിയ, ഓപ്ഷൻ ബി പെർസിസ്, ഓപ്ഷൻ സി എപ്പനാത്തോസ്, ഓപ്ഷൻ സി ക്രിസ്പോസ്. ഇവരിൽ പൗലോസ് റോമർ 16 നീണ്ട വന്ദനമാണ് പറയുന്നത്. ഇതിൽ ഉൾപ്പെടാത്ത ഒരാളുണ്ട്. ഓപ്ഷൻ എ മറിയ. ഓപ്ഷൻ ഉത്തരം അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കാം. സംശയം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. എപ്പൈനോത്തോസും ക്രിസ്പോസും ക്രിസോസും പെർസിസും മറിയയും. ടൈം ടൈം ഔട്ട് പ്രശ്നമല്ല.
ആലോചിക്കാം. സമയം തരികയാണ്. പാസ്റ്റർ ആലോചിച്ച് ഉത്തരം പറയാൻ സമയം എത്ര വേണമെങ്കിലും എടുക്കാം. പിന്മാറെ അവസാനിപ്പിക്കുകയാണ്. മത്സരം അവസാനിപ്പിക്കുകയാണ്. അപ്പോ മത്സരം പാസ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അത് ഉചിതമായ ഒരു തീരുമാനം തന്നെയാണെന്ന് ഞാൻ പറയുന്നു. കാരണം പെട്ടെന്ന് ഉത്തരം വായിൽ വന്ന് മറിയാണ്. നിശ്ചയമായിട്ടും റോമർ 16 മറിയുണ്ട്, 16 പെർസിസ് ഉണ്ട്, 16 ഈ പറയപ്പെട്ട ആളുകളുടെ പേരുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ മറ്റൊരു ലേഖനത്തിൽ മറ്റൊരു പേര് ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ മത്സരം അവസാനിപ്പിച്ചു. 2500 രൂപയുടെ സമ്മാനത്തുക പാസ്റ്റർക്ക് സ്വന്തമാണ്. എങ്കിലും ആ ഉത്തരത്തിൽ മുൻപോട്ട് പോയിരുന്നെങ്കിൽ പാസ്റ്റർക്ക് ഇപ്പൊ സംശയം ഉണ്ടായിരുന്നില്ല. ഏത് ഉത്തരത്തിൽ ഉറച്ചു നിന്നേനെ പാസ്റ്റർ? ഏത് ഉത്തരത്തിൽ? മത്സരത്തിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാന് സി പറഞ്ഞേനെ. സി പറഞ്ഞേനെ. സിയിൽ എപ്പൈനോത്തോസ് എന്ന ഉത്തരമാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ സ്ലൈഡിൽ നമുക്ക് ശ്രദ്ധിക്കാം ഏത് ഉത്തരമാണ് വരുന്നതെന്ന്. എപ്പൈനോത്തോസ്, സി എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. മത്സരം അവസാനിച്ചതാണ്. നമ്മൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ ഉത്തരം നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി എപ്പൈനാത്തോസ് എന്ന ഉത്തരം ശരിയാണോ? എപ്പൈനാത്തോസ് അത് പറഞ്ഞിരുന്നെങ്കിൽ ആ സമ്മാനത്തുക നഷ്ടപ്പെട്ടതിനെ. ക്രിസ്പോസ് ഗായോസ്, ഈ പേര് ചേർത്ത് മറ്റു ലേഖനത്തിൽ പൗലോസ് പറയുന്ന പേരുകളാണ്, ക്രിസ്പോസും ഗായോസും. ആ കാര്യം മനസ്സിൽ വന്നിരുന്നെങ്കിൽ ക്രിസ്പോസിനെ ഇതിനകത്തു നിന്ന് തിരഞ്ഞെടുക്കാമായിരുന്നു. ഏതായാലും മത്സരം അവസാനിപ്പിച്ചത് നന്നായി. അതിന് എനിക്ക് പ്രത്യേക അഭിനന്ദനം തരണം. ധൈര്യത്തിലേക്ക് മടങ്ങി പോകാതെ മത്സരം അവസാനിപ്പിക്കാൻ സാധിച്ചത് ഏതായാലും നന്നായി. കർത്താവിന്റെ ദാസൻ സിനി പാസ്റ്റർ വീണ്ടും ശുശ്രൂഷയിൽ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കാണിച്ച ധൈര്യം, മുമ്പിലേക്ക് പോകാൻ ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉത്തരം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനത് വിലക്കിയത്. ഏതായാലും നല്ലൊരു തുകയിലാണ് അവസാനിച്ചിരിക്കുന്നത്. സന്തോഷമാണോ? തീർച്ചയായും. എന്താണ് ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ലൊരു പ്രോഗ്രാം. അതായത് ബൈബിള് വായിക്കാൻ ഒരു പ്രേരണ നൽകുന്ന പ്രോഗ്രാം. ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ അത്യാവശ്യം ബൈബിൾ ഒന്ന് ഓടിച്ചു വായിച്ചു. പിന്നെ ഈ വരും തലമുറകൾക്ക് ബൈബിൾ വായിക്കാൻ വേണ്ടി ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെ പ്രയോജനമാണ്. അതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു നഷ്ടമല്ല. വചനം പഠിക്കുവാൻ ഈ പ്രോഗ്രാം ഏറെ സഹായകരമാണ്. ഓക്കെ, വരും തലമുറയ്ക്ക് വചനം വായിക്കാനും പഠിക്കാനും ഉത്സാഹമുണ്ടാകട്ടെ. കടന്നു വന്ന കർത്താവിന്റെ ദാസനോട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും കർത്താവിന്റെ രാജ്യത്തിൽ ദൈവവേലയിൽ ശോഭിക്കാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നിരവധി ഓടുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിക്കുന്നു. ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും മത്സരിക്കാൻ അവസരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ ആരാണോ ബൈബിളിൽ താല്പര്യമുള്ളവർ, അവരെ നിങ്ങൾ മത്സരിപ്പിക്കാൻ സജ്ജരാക്കുക. ബൈബിൾ ബ്രെയിൻസിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ഇതിൽ ഈ ബൈബിൾ ബ്രെയിൻസിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂരാണ്. വിശാലമായ പഠന സൗകര്യങ്ങളുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ഭാഗധേയമായാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന. ആ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനങ്ങളിൽ അയക്കാൻ പരിശ്രമിക്കുക എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ബൈബിൾ ബ്രെയിൻസിന്റെ ഈ എപ്പിസോഡിൽ നിന്നും വിട പറയുന്നു. ഗുഡ് ബൈ. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ മൂന്നാം സൂചന. അനേകം വീരപ്രവർത്തികൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ?
എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.